ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത്തും മുത്തശ്ശിയും പ്രഭാവതിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയെ പേടിപ്പെടുത്തി ശരത്ത് കാര്യം സാധിപ്പിക്കാനുള്ള പരിപാടിയാണ്. ശരത്തിന് നിത്യയുടെ ആത്മാവ് ആ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതോടുകൂടി ശരത്ത് എങ്ങനെയെങ്കിലും ബാധ ഒഴിപ്പിക്കണം. അതിന് മുത്തശ്ശിയെ പേടിപ്പെടുത്തിയാൽ മതി. അതുകൊണ്ട് മുത്തശ്ശിയെ കുറച്ച് പേടിപ്പെടുത്താം, എങ്കിലാണ് ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യം നടക്കൂ എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് മുത്തശ്ശിയോട് പറയുന്നത്. മുത്തശ്ശി നിത്യയ്ക്ക് മുത്തശ്ശിയെ അത്രമാത്രം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മുത്തശ്ശിയെ കൊണ്ടുപോവാനാവും തീരുമാനിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് മുത്തശ്ശി എത്രയും പെട്ടെന്ന് ബാധ ഒഴിപ്പിക്കാനുള്ള പരിപാടിയാണ് നോക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മുത്തശ്ശിയെ എനിക്ക് നഷ്ടമാവും എന്ന് പറഞ്ഞതോടുകൂടി വിലാസിനെ അമ്മക്ക് അങ്ങ് പേടിയാവാണ്. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് വിലാസമ്മ ഇതിനൊരു തീരുമാനം എടുക്കണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ പാർവതിയും കൂട്ടി റൂമിലേക്ക് പോവാണ്. അങ്ങനെ ശരത്ത് അവിടെ തനിച്ച് നിൽക്കുന്ന സമയത്ത് ശരത്തിൻ്റെ പുറകിൽ നിന്നും ഇവിടെ ആത്മാവ് നടുംപുറം നോക്കി ഒരു ചവിട്ടങ്ങ് വെച്ചു കൊടുക്കണം. ശരത്ത് നിലത്തേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ശരത്ത് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ ആരെയും കാണുന്നില്ല. അതോടുകൂടി ശരത്തിന് പേടിയാവണം. പിന്നീട് രംഗനും സിന്ധുവും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ പ്രേമ പറഞ്ഞതുപോലെ രംഗം വന്ന് പറയുകയാണ്, എങ്ങനെയെങ്കിലും സിദ്ധു ഡിവോഴ്സിന് കിട്ടുന്ന അവസരമാണ്. ആ വിഷ്ണുവിനെ പുറത്തിറക്കാനുള്ള വഴി നോക്കണം. ഇനി എങ്ങനെയെങ്കിലും അത് സമ്മതിക്കണം. കാരണം എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയല്ലേ പറയുന്നത്. അപ്പോൾ സിദ്ധു പറയുന്നത് എല്ലാവരുടെയും നന്മയാണ്, പക്ഷേ എനിക്ക് ദോഷമാണ് ഉണ്ടാവാൻ പോകുന്നത്. നീ സൂക്ഷിച്ച് ഇതിനൊരു തീരുമാനമെടുത്താൽ മതി. ഇതുകൊണ്ട് ആർക്കും ഒരു ദോഷമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ചന്ദ്ര എന്ന ബാധ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോവാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ. പിന്നെ ദേവിക നിൻ്റെ ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു നല്ല അവസരം കൂടിയാണ്. അത് വെറുതെ കളയണ്ടല്ലോ. അങ്ങനെയല്ല അളിയ, ഞാനും ദേവികയും കൂടി ചേർന്ന് തന്നെയാണ് വിഷ്ണുവിനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അകത്താക്കിയത്. എന്നിട്ടിപ്പോൾ ഞാൻ തന്നെ പുറത്തിറക്കുമ്പോൾ ദേവിക തന്നെ എന്താണ് കരുതുക? അപ്പോൾ രംഗം പറയണ ദേവിക ഒന്നും കരുതില്ല. ഇത് ദേവികയ്ക്ക് കൂടി വേണ്ടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്ന് ദേവികയ്ക്ക് മനസ്സിലാവും. നീ ഒന്ന് ആലോചിക്ക്. അപ്പോൾ ഇനി ആലോചിക്കാനൊന്നുമില്ല അളിയ. കാരണം ഇപ്പോൾ ആദ്യം വന്നത് പ്രേമേച്ചി, അത് കഴിഞ്ഞ് ചന്ദ്ര വന്നു, ഇപ്പോൾ അളിയനും വന്നു. ഇനി അടുത്തത് വരാൻ പോകുന്നത് അച്ഛനായിരിക്കും. അച്ഛൻ വന്നാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കുന്നു. ഞാൻ വിഷ്ണുവിനെ പുറത്തിറക്കാം. പക്ഷേ എൻ്റെ ഡിമാൻഡ്, ഒന്നാമത്തെ ഡിമാൻഡ് അത് അവൾ ഡിവോഴ്സിന് സമ്മതിക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ എനിക്കൊരു ഡിമാൻഡ് കൂടിയുണ്ട്. എന്താ കുഞ്ഞളിയ? ആ ഒരു ഡിമാൻഡ് ഞാൻ ചന്ദ്രയോട് പറഞ്ഞോളാം. അളിയൻ പോയി അവളോട് ഇങ്ങോട്ട് വരാൻ പറ. അങ്ങനെ ചന്ദ്ര അവിടേക്ക് വരികയാണ്. അപ്പോൾ ചന്ദ്ര പറയണേ, എന്താണാവോ എന്നെ ഇവിടേക്ക് വിളിച്ചത്? ഞാൻ എൻ്റെ ഡിമാൻഡുകൾ പറയാനാണ്. ഞാൻ വിഷ്ണുവിനെ പുറത്തിറക്കാൻ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം. പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ്റെ ഡിമാൻഡ് അല്ലേ അത്, ഡിവോഴ്സിന് സമ്മതിക്കാം എന്നുള്ളതല്ലേ, അത് ഒന്നാമത്തെ ഡിമാൻഡ്. അത് നീ എനിക്ക് തന്നിരിക്കും. അപ്പോൾ ചന്ദ്രയുടെ മുഖഭാവം അങ്ങ് മാറണം. നിനക്കിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് കിട്ടിയത് തന്നെ ഞാൻ വിഷ്ണുവിനെ പുറത്തിറക്കാൻ വേണ്ടിയല്ലേ ഈ നാടകമൊക്കെ അഭിനയിക്കുന്നത്. നിനക്ക് എൻ്റെ കയ്യിൽ നിന്നും ഒരിക്കലും ഡിവോഴ്സ് ലഭിക്കില്ല എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടാതെ പാവത്തെ പോലെ നിൽക്കുകയാണ്. എന്നിട്ട് സിദ്ധു പറയണേ, എൻ്റെ രണ്ടാമത്തെ ഡിമാൻഡ് ആ മാല എവിടെയെന്ന് ചോദിച്ചതോടുകൂടി ചന്ദ്ര പെട്ടെന്നങ്ങ് ഞെട്ട് കേട്ടോ. അപ്പോൾ ഏത് മാല? നീ പാർവതി അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിയ ആ താലിമാല അതെവിടെ? അതൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അതെന്താ? നീ എന്താ ചെയ്തത്? അത് പണയം വെച്ചോ, അതോ വിറ്റോ, അതോ മറ്റാർക്കെങ്കിലും കൊടുത്തോ? എന്താ ചെയ്തത്? അത് പിന്നെ അതെന്തിനാ ഇപ്പോൾ സിദ്ധു അറിയുന്നത്? സിദ്ധുവിനെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഇതിപ്പോൾ എന്നെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എൻ്റെ രണ്ടാമത്തെ ഡിമാൻഡ് എന്ന്, ഇത് തന്നെയാണ്. ആ മാല എൻ്റെ കയ്യിൽ കൊണ്ടു തന്നാൽ മാത്രമാണ് വിഷ്ണുവിനെ പുറത്തിറക്കൂ. അല്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും വിഷ്ണു അകത്ത് തന്നെ കിടക്കും. അപ്പോൾ ചന്ദ്ര പറയണ, അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സും കിട്ടില്ല. അപ്പോൾ സിദ്ധു പറയണ, ഡിവോഴ്സ് കിട്ടണ്ട, നമ്മൾ രണ്ടുപേരും ഇപ്പോൾ മത്സരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, അതുപോലെ അങ്ങ് പോവും. അല്ലാതെ ഒരിക്കലും വിഷ്ണു പുറത്തിറങ്ങില്ല. അതിനുള്ള വഴിയാണ് പിന്നീട് ഞാൻ നോക്കൂ. ഏത് വേണമെന്നുള്ളത് നിനക്ക് തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് പെട്ടെന്ന് ഉത്തരം മുട്ടി പോവുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ സിദ്ധു പറയണേ, എൻ്റെ ഈ രണ്ട് ഡിമാൻഡുകൾ നീ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം വിഷ്ണു പുറത്തിറങ്ങും. അല്ല എന്നുണ്ടെങ്കിൽ വിഷ്ണു പുറത്തിറങ്ങില്ല. ആ മാല എവിടെയാണ് ഉള്ളതെങ്കിൽ ആ മാല എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കയ്യിൽ തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സിദ്ധു പോകുന്നത്. അതോടുകൂടി ഇതിപ്പോൾ എന്ത് ചെയ്യും? വിഷ്ണുവിനെ പുറത്തിറങ്ങിയില്ലെങ്കിൽ അവൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അവനെന്നെ കൊല്ലാൻ പോലും മടിക്കില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എത്രയും പെട്ടെന്ന് പാർവതി അമ്മയുടെ താലിമാല എവിടെയാണെങ്കിലും കൊണ്ടു കൊടുക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ്. ഒരു തീരുമാനം ഞാൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അന്ന് വിഷ്ണു എന്നോട് പറഞ്ഞതുപോലെ എന്നെയും അവൻ കൂട്ടുപ്രതിയാക്കും. അപ്പോൾ എനിക്കും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ള പേടിയോട് കൂടിയാണ് ചന്ദ്ര നിൽക്കുന്നത്. പിന്നീട് മനോഹരൻ്റെ അടുത്തേക്ക് മുത്തശ്ശിയും പാർവതിയും ശരത്തും വരികയാണ്. അപ്പോൾ ആദ്യം പാർവതിയും മുത്തശ്ശിയും
മുത്തശ്ശിയാണ് മനോഹരനോട് സംസാരിക്കുന്നത്. മനോഹര, നമുക്കൊരു ജ്യോത്സ്യരെ കണ്ട് പ്രശ്നം വെപ്പിച്ചാലോ? ഇതിപ്പോൾ ദുർമരണം നടന്ന വീടല്ലേ, ഇവിടെ നിത്യമോളുടെ ആത്മാവിന് ഒരു ശാന്തിയും ഉണ്ടാവില്ല. അപ്പോൾ ജ്യോത്സ്യരെ കണ്ട് പ്രതിവിധി ചെയ്താൽ അവൾക്കും അത് നല്ലതല്ലേ? അത് കേട്ടതോടുകൂടി ശരത്ത് വന്നപ്പോൾ ശരത്താണ് ഇതിൻ്റെ പിറകിലെന്നുള്ളത് മനോഹരന് മനസ്സിലാവാണ്. അപ്പോൾ മനോഹരൻ പറയണ ഒരു ജ്യോത്സ്യരെയും കാണുന്നില്ല, ആരും ഇവിടേക്ക് വരാനും പാടില്ല. എൻ്റെ സമ്മതമില്ലാതെ ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ ഇവിടേക്ക് വന്നാൽ ഞാൻ ആ ജ്യോത്സ്യരെയും അവൻ്റെ കബഡിയെയും എല്ലാം എടുത്തങ്ങ് ദൂരെ വലിച്ചെറിയും. അതുകൊണ്ട് ഇവിടേക്ക് ആരും വരില്ല. ഇപ്പോൾ ഇതിൻ്റെ ബുദ്ധി ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ഞാൻ 2-3 ജ്യോത്സ്യരെ കണ്ടിരുന്നു. അപ്പോൾ അവരും പറഞ്ഞത് ഇത് തന്നെയാണ്, പ്രതിവിധി ചെയ്യണം. അപ്പോഴാണ് ദുർമരണം നടന്ന ആത്മാവിന് ശാന്തി കിട്ടൂ എന്ന് പറഞ്ഞിരുന്നു എന്ന് കേട്ടതോടുകൂടി ഇതിൻ്റെ പിറകിൽ ശരത്താണെന്നുള്ളത് മനോഹരന് മനസ്സിലാവാണ്. അപ്പോൾ മനോഹരൻ പറയണ, ഇല്ല, എൻ്റെ മോളുടെ ആത്മാവ് ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ താമസിച്ചോട്ടെ. കാരണം അവളോട് ചെയ്ത ക്രൂരതയ്ക്ക് പ്രതികാരം വീട്ടിയാണ് എൻ്റെ മോളുടെ ആത്മാവിന് ശാന്തി കിട്ടൂ. അതുകൊണ്ട് ഒരു ജ്യോത്സ്യരെയും ഇവിടേക്ക് കൊണ്ടുവരണ്ട. ആരാണ് എൻ്റെ മോളോട് ഈ ക്രൂരത ചെയ്തത് അവനെ ഇഞ്ചിഞ്ചായി ക്രൂരമായി കൊന്ന ശേഷമാണ് എൻ്റെ മോളുടെ ആത്മാവ് അത് കണ്ട് ശാന്തിയോടുകൂടി തിരിച്ചു പോവേണ്ടത്. അതുവരെ എൻ്റെ അനുവാദമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ എന്ന് പറയണ. അങ്ങനെ മനോഹരൻ പറയണ, നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളെ ആരെങ്കിലും നിത്യമോളുടെ ആത്മാവ് ഉപദ്രവിച്ചിട്ടുണ്ടോ? അപ്പോൾ മുത്തശ്ശി, ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ നാളെ ചെയ്തുകൂടായിക ഇല്ലല്ലോ. അപ്പോൾ പാർവതിയും പറയണ, സുധിമോൻ മരിച്ച സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് നിത്യമോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുമ്പോഴും മനോഹരൻ, എൻ്റെ മോള് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ മോളുടെ ആത്മാവ് ഇവിടെ ഉണ്ടെങ്കിൽ അത് ഞാൻ സഹിച്ചു. നിങ്ങളീ പറയുന്നത് പോലെ ആത്മാവ് ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളോട് ചെയ്ത ദ്രോഹം ചെയ്തവരോട് മാത്രമായിരിക്കും, അല്ലാതെ നിങ്ങളെ ആരെയും ആത്മാവ് ഉപദ്രവിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. അതോടുകൂടി എല്ലാവരും ഉത്തരം മുട്ടി നിൽക്കുകയാണ്. അപ്പോൾ ശരത്തിനോടും ചോദിക്കുകയാണ്, ഇല്ല എന്ന് ശരത്ത് അപ്പോൾ കള്ളം പറയുകയാണ് കേട്ടോ. ആരും ഇപ്പോൾ ഒരു ജ്യോത്സ്യരെയും ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നിൽക്കണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി ശരത്തിന് പിന്നെ ഉത്തരം മുട്ടിപ്പോവുകയാണ്. അങ്ങനെ ശരത്ത് റൂമിൽ ചെന്ന് പേടിയോടുകൂടി ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ ഇതിനൊരു പരിഹാരം കാണും എന്നുള്ള ഭാവത്തിൽ ആലോചിച്ച് നിൽക്കണം. പെട്ടെന്നാണ് പുറകിലൂടെ ശരത്തിൻ്റെ ദേഹത്ത് ഒരു കൈ വന്ന് വെക്കുന്നത്. അതോടുകൂടി ശരത്ത് പെട്ടെന്നങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ അത് മുത്തശ്ശിയാണ്. അപ്പോൾ മുത്തശ്ശിയും പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. എന്തു പറ്റി ശരത്തെ, നീ എന്താ പേടിച്ചു പോയി? അത് പിന്നെ എനിക്ക് പേടിയില്ലാതിരിക്കോ? അല്ല, നിങ്ങളെല്ലാവരും ഇവിടെ നിത്യയുടെ ബന്ധുക്കളാണ്, പക്ഷെ ഞാനല്ലേ പുറത്തുനിന്ന് ഉള്ളത്. അപ്പോൾ മുത്തശ്ശി പറയണേ, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നീ നിത്യമോളെ വിവാഹം കഴിക്കാൻ വന്നവനാണ്, അതുകൊണ്ട് നിന്നെ ഒരിക്കലും നിത്യമോള് ഉപദ്രവിക്കില്ല. പക്ഷേ മനോഹരൻ പറഞ്ഞ വാക്ക് നീ കേൾക്കണ്ട. നീ എന്തായാലും ഒരു ജ്യോത്സ്യരെ പോയി കാണണം, എന്നിട്ട് പ്രതിവിധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്കണം. ഈ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട എന്നല്ലേ ഉള്ളൂ. പുറത്തു നിന്ന് ജ്യോത്സ്യരെ കണ്ടു എന്ന് കരുതി കുഴപ്പമില്ലല്ലോ. കാരണം എനിക്ക് എൻ്റെ ജീവന് പേടിയുണ്ട്, എനിക്ക് ഇനിയും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. മനോഹരനാണെങ്കിൽ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. മനോഹരൻ പറയുന്നത് കേട്ടില്ലേ, നിത്യയോട് ചെയ്തവനെ കണ്ടുപിടിച്ച് അവനെ ഇഞ്ചിഞ്ചായി കൊല്ലുമെന്ന് പറയുന്നത് കണ്ടില്ലേ? അവൻ പറഞ്ഞാലേ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ്. അത് കേട്ടപ്പോൾ ശരത്ത് ഇങ്ങനെ പരിങ്ങിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശി പറയണ, ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും പോലീസിന് ഇത് ചെയ്തവനെ കണ്ടുപിടിക്കാൻ കഴിയരുത് എന്നാണ്. കാരണം മനോഹരൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ജയിലിൽ പോയി കിടക്കുന്നതിലും ഭേദമല്ലേ. അപ്പോൾ പെട്ടെന്ന് ശരത്ത് പറയണ, അത് ചെയ്തവനെ ഒന്നും പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാനൊന്നും പോലീസിന് കഴിയില്ല. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, അതെന്താ ശരത്തെ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, അത് ആരാ ചെയ്ത് എന്നുള്ളത് അറിയില്ലല്ലോ, അത് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതാണ്. ഓ, അത് ശരി, എങ്കിൽ നീ എത്രയും പെട്ടെന്ന് ഒരു ജ്യോത്സ്യരെ പോയി കണ്ട് ശരത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുത്തശ്ശി അകത്ത് പോവുകയാണ്. പിന്നീട് ശരത്തിൻ്റെ ഫോണിലേക്ക് ക്രൈംബ്രാഞ്ച് ഓഫീസർ വിളിക്കുകയാണ്. ശരത്ത് എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് വരണമെന്ന് പറയുമ്പോൾ, അത് പിന്നെ സാർ ഞാൻ വരാലോ എന്ന് പറയുമ്പോൾ, നീ വരാതിരുന്നാൽ ഞങ്ങൾക്ക് അവിടേക്ക് വരേണ്ടി വരും. അതോടുകൂടി ശരത്ത്, ഇല്ല, ഞാൻ ഉറപ്പായും അവിടേക്ക് വരാം സാർ എന്ന് പറഞ്ഞ് ഫോൺ വെക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ഇയാൾ എന്തിനാണാവോ വിളിക്കുന്നത്, വല്ല തുമ്പും കിട്ടിയോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിത്യയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് ശരത്ത് പേടിയോടുകൂടി നിൽക്കുന്നത്. ഞാൻ ചെയ്തത് എന്തെങ്കിലും തെളിവ് ക്രൈംബ്രാഞ്ച് ഓഫീസർക്ക് കിട്ടിക്കാണുമോ എന്നുള്ള പേടിയോടുകൂടിയാണ് നിൽക്കുന്നത്. പിന്നീട് ശരത്ത് ബൈക്ക് എടുത്ത് പോവാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പ്രിയ അവിടേക്ക് വരുന്നത്. എന്നിട്ട് പ്രിയ ചോദിക്കുകയാണ്, അല്ല, ശരത്ത് ജ്യോത്സ്യരെ കാണാൻ പോവുകയാണോ? അതെങ്ങനെ നീ അറിഞ്ഞത്? ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ അവിടെ ഇരിക്കട്ടെ. ശരത്ത് പറയണേ, ഞാൻ പോകുന്നുണ്ട്. കാരണം ഈ വീട്ടിൽ ബാധ ഉണ്ടെങ്കിൽ അത് ഒഴിപ്പിക്കണമല്ലോ. എനിക്ക് പ്രിയയോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പോവാൻ നോക്ക്, അല്ലെങ്കിൽ ആ ബാധ പ്രിയയെ കൂടി ഉപദ്രവിക്കും. അപ്പോൾ പ്രിയ പറയണേ, എനിക്കങ്ങനെ പ്രേതത്തെയൊന്നും ഒരു പേടിയുമില്ല. ശരത്ത് പേടിക്കണം. അതെന്തിനാ ഞാൻ പേടിക്കുന്നത്? അല്ല, ശരത്ത് ഒരു ആണല്ലേ, അപ്പോൾ പ്രേതം ആണുങ്ങളെയാണ്
ഉപദ്രവിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനെന്തായാലും ഈ വീട്ടിൽ നിന്ന് താമസം മാറാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കൊരു പേടിയുമില്ല. പിന്നെ ശരത്ത് സൂക്ഷിക്കണം. കാരണം ജോത്സ്യരുടെ അടുത്തെങ്ങാനും പോയി എന്ന് അറിഞ്ഞാൽ പിന്നെ ഉറപ്പായും ശരത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ശരത്തിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. വെറുതെ ജോത്സ്യരുടെ അടുത്തൊന്നും പോവാൻ നിൽക്കണ്ട. അപ്പോൾ ശരത്ത് പറയണേ, ഇല്ല, ഞാൻ ജോത്സ്യരുടെ അടുത്ത് പോവും. ഇവിടെ അങ്ങനെ വല്ല ആത്മാവും ഉണ്ടെങ്കിൽ അതിനെ ഞാൻ ഉച്ചാടനം ചെയ്യും. അതോടുകൂടി പ്രിയ പെട്ടെന്ന് ഒരു പ്രേതത്തെ പോലെ അങ്ങ് സംസാരിക്കുകയാണ്. നീ ഉച്ചാടനം ചെയ്യുമോ? എന്നെ കൊണ്ട് അതിന് പറ്റുമോ എന്ന് ചോദിച്ചതോടുകൂടി പെട്ടെന്ന് ശരത്ത്, ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ഒരു പ്രേതം സംസാരിക്കുന്നത് പോലെ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ പ്രിയ പെട്ടെന്ന് പറയാണ്, അങ്ങനെ ചോദിക്കും പ്രേതം. അപ്പോൾ ശരത്ത് ഒന്നും മിണ്ടാതെ ഇവളെന്താ ഇങ്ങനെ ഭാവം മാറുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ പ്രിയയെ നോക്കുന്നത്. എന്നിട്ട് പറയാണ്, നിന്റെ കഴുത്തിൽ ചോര മുഴുവനും ഊറ്റി കുടിച്ച് നിന്നെ ചണ്ടിയാക്കി നിന്നെ എവിടെയെങ്കിലും പനയുടെ ചോട്ടിൽ കൊണ്ടുപോയി ഇടും. അപ്പോൾ എന്ത് ചെയ്യും ശരത്ത്? അതുകൊണ്ടാണ് പറഞ്ഞത്, സൗകര്യമുണ്ടെങ്കിൽ ശരത്ത് അനുസരിച്ചോ, അല്ലെങ്കിൽ ശരത്ത് അനുഭവിച്ചോ എന്ന് പറഞ്ഞ് പ്രിയ പോകുന്ന സമയത്ത് പെട്ടെന്ന് ശരത്ത്, അല്ല പ്രിയ, നീ എന്താ മിമിക്രി വല്ലതും പഠിച്ചിട്ടുണ്ട്? ആ, ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അല്ല, നല്ല പെർഫോമൻസ് ആണ്. അപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞ് പ്രിയ അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് പ്രിയ അങ്ങനെ, ഇപ്പോഴും ഞാൻ ആരാണെന്നുള്ളത് മനസ്സിലായിട്ടില്ലല്ലോ, എൻ്റെ ദേഹത്ത് നിത്യയുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ, എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ള ഭാവത്തിലാണ് പ്രിയ അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് ശരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയ ശേഷം ഓഫീസർ ചോദ്യം ചെയ്യുകയാണ് ശരത്തിനെ. അപ്പോൾ ശരത്തിനോട് പറയാണ്, അല്ല, ഇപ്പോൾ തുടരെയായി കുറേ മരണങ്ങൾ സംഭവിച്ചു, അതിൽ നല്ല വിഷമമുണ്ടോ ശരത്തിന് എന്ന് ചോദിക്കുമ്പോൾ, വിഷമമൊക്കെ ഉണ്ട് സാർ, പക്ഷേ എന്ത് ചെയ്യാനാണ്, 3 പേരും എനിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ നിത്യയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. നിത്യ മരിച്ചപ്പോഴാണ് എനിക്ക് വല്ലാത്ത വേദനയുണ്ടത്. നടേശൻ സാറും റൂബിയും എനിക്ക് പരിചയമുള്ളവരാണ്, അവരോടും എനിക്ക് അടുപ്പമുണ്ട്. പക്ഷേ നിത്യയെ ഞാൻ വിവാഹം ചെയ്യാനിരുന്നതല്ലേ, ആ ഒരു അടുപ്പമാണ്. അതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുള്ളത് നിത്യ മരിച്ചപ്പോഴാണ്. പോലീസ് പറയണ, നടേശനും റൂബിയും മരിച്ചത് ഏകദേശം ഒരുപോലെയാണ്, വിഷം അകത്ത് ചെന്നാണ്. അവർ ആത്മഹത്യ ചെയ്തതാണെന്നാണോ ശരത്തിന് തോന്നുന്നത്? കാരണം അവർക്ക് അത്രമാത്രം അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരത്ത് പറയുന്ന, ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല, പിന്നെ കൊലപാതകമാണെന്നാണോ ശരത്ത് പറഞ്ഞു വരുന്നത്? അത് പിന്നെ സാർ, റൂബിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ നടേശൻ സാറിന് ഒരുപാട് കടങ്ങളുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് അവരെ കൊലപാതകം ചെയ്തു എന്നാണ്? അതെ, കൊലപാതകം തന്നെയാണ്, പക്ഷെ ആരാണ് ചെയ്തത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ പോലീസ് ചോദിക്കണം, നീയാണോ ചെയ്തത്? അപ്പോൾ പെട്ടെന്ന് ശരത്ത് അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്താ സാർ ഈ ചോദിക്കുന്നത്? ഞാനോ? ഞാനെന്തിനു ചെയ്യണം? അത് നിനക്കല്ലേ അറിയൂ. അതോടുകൂടി ശരത്താകെ പതർച്ചയോട് കൂടിയാണ് പോലീസിൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.